Hey everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പുതിയ കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് എപ്പോഴും ചെയ്ത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ വീഡിയോ ഒരു ലുക്ക് റീക്രിയേഷൻ വീഡിയോ ആണ്. ഈയിടെയായിട്ട് പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കൊന്ന് ആ ലുക്കിലേക്കൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് സാരി കൊടുത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ആ ലുക്കിലേക്കൊന്ന് ആയാൽ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ എനിക്ക് അറിയാനുള്ളൊരു കൗതുകം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഈ അടുത്താണ് ഞാൻ തളപതി മൂവി ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ശോഭനേൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നി, പക്ഷെ നല്ല ഭംഗിയുണ്ട് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപോലെ സാരി കൊടുത്ത് ഇതേപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഇതേപോലെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും ഞാൻ ശോഭനയായി മാറും എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. കാരണം എൻ്റെ ഫേസിൻ്റെ ഷേപ്പും ഫീച്ചേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്, ഒട്ടും സിമിലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതേപോലെ ആകില്ല, പക്ഷേ ഏകദേശം ആ ഒരു ക്യാരക്ടർ ഒരുങ്ങിയിട്ടുള്ളത് പോലെ ഒരുങ്ങുന്നു, അത്രേ ഉള്ളൂ. സോ ഈ ഫോട്ടോ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായിട്ടുള്ള മേക്കപ്പോ ഹെവി ലാഷസോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര നാച്ചുറലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇട്ട് ഹെവി ആക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഞാൻ ജസ്റ്റ് എൻ്റെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് കൺസീൽ ചെയ്യാനായിട്ട് ഒരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹുഡ ബ്യൂട്ടീൻ്റെ ഒരു കൺസീലർ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പൗഡർ യൂസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സാരിയും ജ്വല്ലറിയൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഞാൻ അണ്ടർ ഐ ഏരിയയിലും ഐലിഡ്സിൻ്റെ അവിടെ മാത്രമാണ് പൗഡർ ഇട്ടിട്ടുള്ളൂ. കാരണം എനിക്ക് ബാക്കിയിൽ ഫുള്ളൊരു മാറ്റ് ഫിനിഷ് വേണ്ട. ഓൾറെഡി കൺസീലർ കുറച്ച് മാറ്റ് ഫിനിഷ് ഉള്ളത്, അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യേണ്ട. പിന്നെ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്കിൻ ലൈക്ക് ഫിനിഷ് ആയിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ അധികം പൗഡർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ മോർഫീൻ്റെ ഒരു 350 സൂപ്പർ നാച്ചുറൽ ഗ്ലോ ഒരു ഐഷാഡോ പാലറ്റാണ് എടുക്കുന്നത്. ഈ പാലറ്റ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാലറ്റായത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡാമേജ് ആയത് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഐ മേക്കപ്പ് നോക്കുകയാണെങ്കിൽ ഐ ഷാഡോ ആയിട്ട് ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഷിമ്മർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ സ്റ്റിൽ ഞാൻ കുറച്ചൊരു ഷിമ്മർ കൊടുക്കുന്നുണ്ട്. ഷിമ്മർ ഇടുമ്പം ഈ ഒരു പെർട്ടിക്കുലർ ഷിമ്മർ ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കുറച്ച് നാച്ചുറലായിട്ട് നമ്മളുടെ കണ്ണിൻ്റെ മേലെ ഐലിഡ്സിൻ്റെ അവിടെ എപ്പോഴും കുറച്ചൊരു ഓയിലി ആയിട്ടുള്ളൊരു ഫിനിഷ് ഉണ്ടാവുമല്ലോ, നാച്ചുറലായിട്ട് ഇരിക്കും. നാച്ചുറലായിട്ട് ഒന്നും ചെയ്യാത്തപ്പോൾ ചില സമയത്ത് ഒരു ഓയിലി ഫിനിഷ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഒരു ഫിനിഷ് ഇട്ട് നമുക്ക് ഈ ഷിമ്മർ കുറച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ ആദ്യം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ വേണമെങ്കിൽ ഞാൻ ഇതും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഷിമ്മർ ആഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ പണ്ട് മുതലേ ഉള്ള, അമ്മ കോളേജിലൊക്കെ ഉടുത്തുകൊണ്ടിരുന്ന സാരി മുതലുള്ള എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഷൂട്ട് വരുമ്പോൾ പഴയ ടൈപ്പ് സാരീസ് വേണമെങ്കിൽ ഭയങ്കര സുഖമാണ് കിട്ടാനായിട്ട്. എല്ലാമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏകദേശം എന്തെങ്കിലുമൊക്കെ അമ്മയുടെ കയ്യിൽ ഉണ്ടാകും. പിന്നെ ഈ ഒരു ലുക്കായിട്ട് മാച്ച് ചെയ്യുന്ന എക്സാക്റ്റ് സെയിം സാരി അമ്മയുടെ അടുത്തുണ്ട്. പക്ഷെ അത് ഞാൻ ഒരുപാട് വട്ടം റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഞാൻ ഉടുത്തുടുത്ത് മടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സാരി എടുക്കാം. ഈ സാരിയുടെ ബോർഡർ നമ്മൾ പിക്ചറിൽ കണ്ട ആ ലുക്കിലെ സാരിയുടെ ബോർഡറിനെക്കാട്ടിലും കുറച്ചുകൂടെ വീതിയുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന്. മാക്സിമം നാച്ചുറലായി തോന്നാൻ ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സെയിം ഷെയ്ഡ് ഞാൻ എടുത്തിട്ട് ഒന്ന് താഴെയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഞാനൊരു ഷിമ്മർ ഷെയ്ഡും കൂടെ ഇടുന്നുണ്ട്, ഒരു സട്ടിൽ ഗോൾഡൻ ഷിമ്മർ. പിന്നെ ഈ ഒരു ലുക്കിൽ ചെയ്തിരിക്കുന്ന പകുതി കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ഫേസിന്
സൂട്ടാവാത്തതാണ്. ഫോർ എക്സാമ്പിൾ ഇതിലുള്ള മിഡിൽ പാർട്ടീഷൻ, പിന്നെ ഇതിൽ കണ്ണ് താഴെയാണ് എഴുതിയിരിക്കുന്നത്, നല്ല ബോൾഡായിട്ട് താഴെ വിങ്ഡ് കാജലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും പൊതുവേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ്, പൊതുവെ എനിക്ക് ചേരാറില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പം എന്തെങ്കിലും എനിക്ക് അത്രയും ചേരുന്നില്ല എന്ന് തോന്നി കുറച്ച് ഫൈൻ ട്യൂണിങ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മിഡിൽ പാർട്ടീഷന് പകരം ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് പാർട്ടീഷൻ ആക്കിയിട്ട് നോക്കാം. പക്ഷേ കാജൽ ഞാൻ താഴെ തന്നെയുള്ള കാജലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലുക്കിന് ഭയങ്കര വ്യത്യാസമായി പോകും. പിന്നെ ഐബ്രോ ആണെങ്കിൽ നല്ല ഡിഫൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ആക്കുന്നുണ്ട് ഐബ്രോ. ഇനിയിപ്പോൾ അടുത്തത് കാജലാണ്. ഇത് ഓറിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു കാജലാണ്. നല്ല കാജൽ, കുറേ സമയം നിൽക്കും, അധികം സ്മഡ്ജ് ആവില്ല. കാജൽ പൊതുവേ എനിക്ക് അത്ര ചേരുമോയെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാനൊരു തിൻ ലെയർ കൊടുത്തിട്ട് കുറച്ചായിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചൊരു ബ്രഷ് വെച്ചിട്ട്. ഈ ഒരു ബ്രഷാണ് കേട്ടോ ഇനി യൂസ് ചെയ്യുന്നത്. കാജൽ ഞാൻ പറഞ്ഞ പോലെ സ്മഡ്ജ് പ്രൂഫ് ആയതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ഈ ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ ഒരു ലുക്കിലാണെങ്കിൽ കുറച്ചൊന്നൊരു ബ്ലെൻഡഡ് ആയതുപോലെ, അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്മഡ്ജ് ആയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഐലാഷ് കേളറും പിന്നെ ഒരു മസ്കാരയും വെച്ചിട്ട് പരിപാടി തീർക്കുകയാണ്. ബ്ലഷും ഹൈലൈറ്ററും ഞാൻ പേരിനെ ഇടുന്നുള്ളൂ, കാരണം ആ ഫോട്ടോയിൽ ബ്ലഷൊന്നും അങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല. ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്, റെയർ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. ഹൈലൈറ്റർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇബ കോസ്മെറ്റിക്സിൻ്റെ ഹൈലൈറ്ററാണ്. ഈ ഹൈലൈറ്ററിൻ്റെ ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ്, അതുകൊണ്ട് എത്ര കൂടുതലിട്ടാലും ഭയങ്കര കൂടുതലായിട്ട് തോന്നില്ല. അപ്പോൾ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക് ഞാൻ എടുക്കുന്നത് ഷുഗറിൻ്റെ റസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിൽ ആ ഫോട്ടോയിലുള്ള ഷെയ്ഡായിട്ട് ഏറ്റവും മാച്ചായിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് ഞാൻ കുറേ ഉപയോഗിച്ച് ഇതിൻ്റെ അടിയിലിപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പയ്യെ കയ്യിലിത് കുറച്ചെടുത്തിട്ട് അത്രയും തന്നെ ഇത് ആവശ്യമുള്ളൂ, കുറച്ച് ലിപ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി ബാക്കി സാരി കൊടുത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വന്നിട്ട് കാണാം.